ശ്രീ ഗണപതിയുടെ 32 രൂപങ്ങൾ. ശ്രീ ഗണേശൻ ഹിന്ദുമതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദൈവമാണ്. തടസ്സങ്ങൾ നീക്കുന്നവനായും ജ്ഞാനം, സമൃദ്ധി, ഭാഗ്യം എന്നിവ നൽകുന്നവനായും അദ്ദേഹം അറിയപ്പെടുന്നു. ഗണേശൻ ഒരു രൂപത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, പകരം വിവിധ ദിവ്യ അവതാരങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. ഓരോന്നിനും അതിൻ്റേതായ പ്രതീകാത്മകതയും ആഴത്തിലുള്ള അർത്ഥവുമുണ്ട്. ഈ പര്യവേക്ഷണത്തിൽ ഗണേശന്റെ 32 രൂപങ്ങളുടെ ആകർഷകമായ ലോകത്തിലേക്ക് നാം ആഴ്ന്നിറങ്ങുന്നു. ഹിന്ദു ആത്മീയതയുടെ ചിത്രപ്പണിയിൽ അവയുടെ അതുല്യമായ സവിശേഷതകളും പ്രാധാന്യവും അനാവരണം ചെയ്യുന്നു. 1. ബാലഗണപതി. ബാലഗണപതി സ്വർണ്ണനിറമുള്ള കുട്ടിസമാന ദൈവമാണ്. ഭൂമിയുടെ സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും പ്രതിനിധീകരിക്കുന്ന ഒരു വാഴപ്പഴം, മാങ്ങ, കരിമ്പ്, ചക്ക എന്നിവ കൈകളിൽ പിടിച്ചിരിക്കുന്നു. അവന്റെ തുമ്പിക്കൈയിൽ നിന്ന് അവന്റെ പ്രിയപ്പെട്ട മധുരപലഹാരമായ മോദകം ലഭിക്കും. 2. തരുണ ഗണപതി. 8 കൈകളുള്ള തരുണ ഗണപതി, യുവത്വം നിറഞ്ഞവൻ, ഒരു കുരുക്കും മുടിയും, മോദകം, മര ആപ്പിൾ, റോസ് ആപ്പിൾ, ഒടിഞ്ഞ കൊമ്പുകൾ, ഒരു നെല്ലിന്റെ തണ്ട്, ഒരു കരിമ്പ് തണ്ട് എന്നിവ കൈവശം വച്ചിരിക്കുന്നു. അവന്റെ തിളക്കമുള്ള ചുവന്ന നിറം യുവത്വത്തിന്റെ പുഷ്പത്തെ പ്രതിഫലിപ്പിക്കുന്നു. 3. ഭക്തി ഗണപതി. വിളവെടുപ്പ് കാലത്ത് പൂർണ്ണചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്ന പുഷ്പാലങ്കാരങ്ങൾ അണിഞ്ഞ ഭക്തർക്ക് പ്രിയപ്പെട്ട ഭക്തി ഗണപതിയെ കാണാൻ തീർച്ചയായും മനോഹരമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാഴപ്പഴം, ഒരു മാങ്ങ, തേങ്ങ, ഒരു പാത്രം മധുരമുള്ള പായസ പുഡിംഗ് എന്നിവയുണ്ട്. 4. വീരഗണപതി. ധീരനായ യോദ്ധാവ് ആയ വീരഗണപതി ആജ്ഞാപിക്കുന്ന ഒരു പോസ് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ 16 കൈകളിലെ ആയുധങ്ങൾ മനസ്സിന്റെ ശക്തികളുടെ പ്രതീകങ്ങൾ: ഒരു മുടിങ്കോൽ, ചക്രം, വില്ല്, അമ്പ്, വാൾ, പരിച, കുന്തം, ഗദ, ഒരു കോടാലി, ഒരു ത്രിശൂലം തുടങ്ങിയവ. 5. ശക്തി ഗണപതി. 4 കൈകളുള്ള, തന്റെ ശക്തികളിൽ ഒന്ന് കാൽമുട്ടിൽ ഇരിക്കുന്ന, ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള ശക്തനായ ശക്തി ഗണപതി ഗൃഹസ്ഥനെ കാവൽ നിൽക്കുന്നു. അദ്ദേഹം ഒരു മാല, കുരുക്ക് എന്നിവ പിടിച്ച് അഭയമുദ്ര കൊണ്ട് അനുഗ്രഹിക്കുന്നു. 6. ദ്വിജ ഗണപതി. 4 തലകളുള്ള ദ്വിജ ഗണപതി 2 തവണ ജനിച്ചവൻ ചന്ദ്രനെപ്പോലെയാണ്. ഒരു കുരുക്ക്, ഒരു ഓലയില, ഒരു വടി, ജലപാത്രം, തന്റെ ജപമണികൾ എന്നിവ പിടിച്ച് അച്ചടക്കത്തോടെയുള്ള പരിശ്രമത്തിന്റെ അടിയന്തിരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. 7. സിദ്ധി ഗണപതി. സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ള സിദ്ധി ഗണപതി സാക്ഷാൽകൃതൻ, നേട്ടത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും പ്രതീകമാണ്. അദ്ദേഹം ഒരു പൂച്ചെണ്ട്, ഒരു മഴു, മാങ്ങ, കരിമ്പ്, തുമ്പിക്കൈയിൽ ഒരു രുചികരമായ എള്ള് എന്നിവ പിടിച്ച് സുഖമായി ഇരിക്കുന്നു. 8. ഉച്ഛിഷ്ട ഗണപതി. ഉച്ഛിഷ്ട ഗണപതി അനുഗ്രഹീത ദാനങ്ങളുടെ നാഥനും സംസ്കാരത്തിന്റെ സംരക്ഷകനുമാണ്. നീലനിറവും 6 കൈകളുമുള്ള അദ്ദേഹം ഒരു വീണ, മാതളനാരങ്ങ, നീല താമരപ്പൂവ്, ജപമാല, പുതിയ നെല്ലിന്റെ ഒരു തണ്ട് എന്നിവ പിടിച്ച് തന്റെ ശക്തിയോടൊപ്പം ഇരിക്കുന്നു. 9. വിഘ്ന ഗണപതി. തടസ്സങ്ങളുടെ നാഥൻ ആയ വിഘ്നഗണപതി തിളക്കമുള്ള സ്വർണ്ണ നിറത്തിലും രത്നങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 8 കൈകളിൽ ഒരു കുരുക്ക്, മുടിങ്കോൽ, കൊമ്പ്, മോദകം, ശംഖ്, ചക്രം, ഒരു പൂച്ചെണ്ട്, കരിമ്പടം, പുഷ്പ, അമ്പ്, ഒരു മഴു എന്നിവയുണ്ട്. 10. ക്ഷിപ്ര ഗണപതി. സുന്ദരനും ചുവന്ന നിറമുള്ളവനും വേഗത്തിൽ പ്രവർത്തിക്കുന്ന വരദാതാവുമായ ക്ഷിപ്ര ഗണപതി തന്റെ ഒടിഞ്ഞ കൊമ്പും ഒരു കുരുക്കും കൽപ്പവൃക്ഷ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന മരത്തിന്റെ ഒരു ശാഖയും പ്രദർശിപ്പിക്കുന്നു. ഉയർത്തിപ്പിടിച്ച തുമ്പിക്കൈയിൽ വിലയേറിയ രത്നങ്ങളുടെ ഒരു ചെറിയ കലം അദ്ദേഹം പിടിച്ചിരിക്കുന്നു. 11. ഹേരംബ ഗണപതി. 5 മുഖങ്ങളുള്ള വെളുത്ത നിറമുള്ള ഹേരംബ ഗണപതി ദുർബലരുടെ സംരക്ഷകൻ. ഒരു വലിയ സിംഹത്തിന്റെ പുറത്ത് വാഹനം ധരിക്കുന്നു. ഒരു കുരുക്ക്, ജപമണികൾ, മഴു, ചുറ്റിക, കൊമ്പ്, മാല, പഴം, മോദകം എന്നിവ പിടിച്ച് അദ്ദേഹം സംരക്ഷണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആംഗ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. 12. ലക്ഷ്മി ഗണപതി. വെളുത്ത നിറത്തിൽ വിജയദാതാവായ ലക്ഷ്മി ഗണപതി ജ്ഞാനവും നേട്ടവും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. വരദമുദ്ര ഉപയോഗിച്ച് ഒരു പച്ച തത്ത, ഒരു മാതളനാരകം, വാൾ, മുടി, കുരുക്ക്, കൽപ്പവൃക്ഷത്തിന്റെ ഒരു വള്ളി, ഒരു ജലപാത്രം എന്നിവ അദ്ദേഹം കൈവശം വച്ചിരിക്കുന്നു. 13. മഹാഗണപതി. തന്റെ ശക്തികളിൽ ഒരാളായ മഹാനായ മഹാഗണപതിയുടെ അകമ്പടിയോടെ ചുവന്ന നിറമുള്ളതും 3 കണ്ണുകളുള്ളതുമാണ്. അദ്ദേഹം തന്റെ കൊമ്പ്, ഒരു മാതളനാരകം, നീല താമരപ്പൂവ്, കരിമ്പ്, വില്ല്, ചക്രം, പായ, താമര, നെല്ലിന്റെ തണ്ട്, ഗദ, രത്നക്കുടം എന്നിവ കൈവശം വച്ചിരിക്കുന്നു. 14. വിജയ ഗണപതി. 4 കൈകളുള്ള ചുവന്ന നിറമുള്ള മൂഷികത്തിന്റെ മുകളിൽ സവാരി ചെയ്യുന്ന വിജയ ഗണപതി വിജയദാതാവാണ്. അദ്ദേഹത്തിന്റെ ചിഹ്നങ്ങൾ ഒടിഞ്ഞ കൊമ്പ്, ആനക്കോൽ, ഒരു കുരുക്ക്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പഴമായ ഒരു മധുരമുള്ള സ്വർണ്ണ മാമ്പഴം എന്നിവയാണ്. 15.
നൃത്യ ഗണപതി. സന്തോഷവാനായ നർത്തകൻ ആയ നൃത്യ ഗണപതി 4 കൈകളും സ്വർണ്ണ നിറവും വിരലുകളിൽ മോതിരങ്ങളും കൊമ്പും മോദകവും പിടിച്ചിരിക്കുന്നു. കൽപ്പവൃക്ഷത്തിനു കീഴിൽ അദ്ദേഹം ആഡംബരപൂർണമായ പ്രവർത്തനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി നൃത്തം ചെയ്യുന്നു. 16 ഊർധ്വ ഗണപതി. ഇടതു കാൽമുട്ടിൽ ഒരു ശക്തിയുമായി ഇരിക്കുന്ന ഊർധ്വ ഗണപതി സ്വർണ്ണ നിറമുള്ള ദേവനാണ്. 6 കൈകളിൽ നെല്ലിന്റെ ഒരു വള്ളി, ഒരു താമര, കരിമ്പ് വില്ല്, ഒരു അമ്പ്, ഒരു ആനക്കൊമ്പ്, ഒരു നീല താമരപ്പൂവ് എന്നിവ പിടിച്ചിരിക്കുന്നു. 17 ഏകാക്ഷര ഗണപതി. ഒറ്റ അക്ഷര ഗാം ഇലെ ഏകാക്ഷരൻ 3 കണ്ണുകളുള്ളവനും ചുവന്ന നിറവും വസ്ത്രധാരണവുമുള്ളവനാണ്. കിരീടത്തിൽ ചന്ദ്രക്കലയുള്ള അദ്ദേഹം മുഷികനിൽ ഇരിക്കുന്നു. വരദാന ആംഗ്യം കാണിക്കുന്നു. ഒരു മാതളനാരകം, കയർ എന്നിവ പിടിച്ചിരിക്കുന്നു. 18 വരദ ഗണപതി. ജ്ഞാനത്തിന്റെ 3 കണ്ണുള്ള വരദാതാവായ വരദ ഗണപതി തേൻ കലശം, കുരുക്ക് എന്നിവ പിടിച്ച് തന്റെ തുമ്പിക്കൈയിൽ ഒരു കലം രത്നങ്ങൾ പൊതിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശക്തി അദ്ദേഹത്തിന്റെ വശത്താണ്. ചന്ദ്രക്കല അദ്ദേഹത്തിന്റെ കിരീടത്തെ അലങ്കരിക്കുന്നു. 19 ത്രയാക്ഷര ഗണപതി. ത്രയാക്ഷര ഗണപതി 3 അക്ഷരങ്ങളുടെ അധിപൻ ആം സ്വർണ്ണ നിറത്തിലാണ്. ഒടിഞ്ഞ കൊമ്പും മാമ്പഴവും അദ്ദേഹം വഹിക്കുന്നു. പലപ്പോഴും തുമ്പിക്കൈയിൽ മധുരമുള്ള മോദകം പിടിച്ചിരിക്കുന്നതായി കാണാം. 20 ക്ഷിപ്രപ്രസാദ ഗണപതി. പെട്ടെന്ന് പ്രതിഫലം നൽകുന്ന ക്ഷിപ്രപ്രസാദ ഗണപതി ഒരു കുശ പുല്ല് സിംഹാസനത്തിൽ നിന്ന് ആധിപത്യം സ്ഥാപിക്കുന്നു. അദ്ദേഹത്തിന്റെ വലിയ വയറ് പ്രകടമായ പ്രപഞ്ചത്തെ പ്രതീകപ്പെടുത്തുന്നു. അദ്ദേഹം ഒരു പായ, മുടിങ്കോൽ, കൊമ്പ്, താമര, മാതളനാരങ്ങ, ആഗ്രഹ സഫലീകരണ വൃക്ഷത്തിന്റെ ഒരു ചില്ല എന്നിവ കൈവശം വച്ചിരിക്കുന്നു. 21 ഹരിദ്ര ഗണപതി. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച സ്വർണ്ണ നിറത്തിലുള്ള ഹരിദ്ര ഗണപതി ആഡംബരപൂർണമായ ഒരു രാജകീയ സിംഹാസനത്തിൽ ശാന്തമായി ഇരിക്കുന്നു. തന്റെ കൊമ്പും മോദകവും ഉപയോഗിച്ച് ഭക്തരെ അടുപ്പിക്കാൻ ഒരു കുരുക്കും അവരെ മുന്നോട്ട് നയിക്കാൻ മൂർച്ചയുള്ള ഒരു കോലും അദ്ദേഹം ഉപയോഗിക്കുന്നു. 22 ഏകാദന്ത ഗണപതി. ഒറ്റക്കൊമ്പിൽ കാണപ്പെടുന്ന ഏകാദന്തം നീലനിറവും വലിയ വയറും കൊണ്ട് വ്യത്യസ്തനാണ്. അജ്ഞതയുടെ ബന്ധനങ്ങൾ മുറിക്കുന്നതിനുള്ള ഒരു കോടാലി, ജപത്തിനുള്ള ജപമണികൾ, മധുരപലഹാരമായ ലഡ്ഡു, ഒടിഞ്ഞ വലതുകൊമ്പ് എന്നിവയാണ് ഈ മൂർത്തിയുടെ സവിശേഷതകൾ. 23 സൃഷ്ടി ഗണപതി. തന്റെ ശാന്തവും സൗഹൃദപരവുമായ ഇലയുടെ പുറത്ത് സഞ്ചരിക്കുന്ന സൃഷ്ടി ഗണപതി സന്തോഷകരമായ പ്രകടനത്തിന്റെ അധിപനാണ്. ചുവന്ന നിറമുള്ള ഈ സജീവ ദൈവം ഒരു തികഞ്ഞ മാമ്പഴം, തന്റെ കൊമ്പ് എന്നിവ പിടിച്ചിരിക്കുന്നു. ഇത് നിസ്വാർത്ഥ ത്യാഗത്തെ പ്രതിനിധീകരിക്കുന്നു. 24 ഉദ്ദണ്ഡ ഗണപതി. ഉദ്ദണ്ഡ ഗണപതി ധീരനായ ധർമ്മത്തിന്റെ പ്രയോക്താവാണ്, അതായത് അസ്തിത്വത്തിന്റെ നിയമങ്ങൾ. അദ്ദേഹത്തിന്റെ 10 കൈകളിൽ രത്നങ്ങൾ കൊണ്ടുള്ള ഒരു കുടം, ഒരു നീല താമരപ്പൂവ്, കരിമ്പ്, ഒരു ഗദ, താമരപ്പൂവ്, നെല്ലിന്റെ തണ്ട്, ഒരു മാതളനാരകം, ഒരു കയർ, മാല, അദ്ദേഹത്തിന്റെ ഒടിഞ്ഞ കൊമ്പ് എന്നിവയുണ്ട്. 25 ഋണമോചന ഗണപതി. ഋണമോചന ഗണപതി മനുഷ്യരാശിയെ കുറ്റബോധത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവനാണ്. അദ്ദേഹത്തിന്റെ അലബാസ്റ്റർ തൊലികൊണ്ടുള്ള രൂപം ചുവന്ന പട്ടുതുണിയിൽ അണിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു കുരുക്കും മുടിയും പാൽ വെളുത്ത കൊമ്പും പ്രിയപ്പെട്ട പഴമായ റോസ് ആപ്പിളും വഹിക്കുന്നു. 26 ദുണ്ഡി ഗണപതി. ചുവന്ന നിറമുള്ള ദുണ്ഡി ഗണപതി അന്വേഷിക്കപ്പെടുന്നവൻ, രുദ്രാക്ഷമണികളുടെ ഒരു ഇഴ, അദ്ദേഹത്തിന്റെ ഒടിഞ്ഞ കൊമ്പ്, ഒരു മഴു. എല്ലാ തീക്ഷ്ണഭക്തർക്കും വേണ്ടി അവൻ സൂക്ഷിക്കുന്ന ഉണർവിന്റെ നിധിയെ പ്രതിനിധീകരിക്കുന്നതായി കരുതപ്പെടുന്ന വിലയേറിയ രത്നങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ കലം എന്നിവ കൈവശം വച്ചിരിക്കുന്നു. 27 ദ്വിമുഖ ഗണപതി. റോമാക്കാർ ജാനസ് എന്ന് വിളിച്ചിരുന്ന ദ്വിമുഖ ഗണപതിക്ക് 2 വ്യത്യസ്ത മുഖങ്ങളുണ്ട്. എല്ലാ ദിശകളിലും കാണാൻ കഴിയും. നീല പച്ച നിറത്തിലുള്ള രൂപം ചുവന്ന പട്ടു വസ്ത്രം ധരിച്ചിരിക്കുന്നു. അദ്ദേഹം രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു കിരീടം ധരിച്ചിരിക്കുന്നു. ഒരു കുരുക്ക്, കൊമ്പ്, രത്നക്കുടം എന്നിവ കൈവശം വച്ചിരിക്കുന്നു. 28 ത്രിമുഖ ഗണപതി. ചുവന്ന നിറത്തിലുള്ള ധ്യാനാത്മകനായ ത്രിമുഖ ദേവനായ ത്രിമുഖ ഗണപതി ഒരു സ്വർണ്ണ താമരയിൽ ഇരുന്നു. ഒരു കുരുക്ക്, അമൃത് പാത്രം എന്നിവ പിടിച്ചിരിക്കുന്നു. അദ്ദേഹം വലതു കൈകൊണ്ട് സംരക്ഷണവും ഇടതു കൈകൊണ്ട് അനുഗ്രഹവും കാണിക്കുന്നു. 29 സിംഹ ഗണപതി. വെള്ള നിറത്തിലുള്ള സിംഹ ഗണപതി സിംഹത്തിന്റെ വാഹനത്തിൽ സഞ്ചരിക്കുന്നു. ഒരു കൈയിൽ മറ്റൊരു സിംഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇത് ശക്തിയുടെയും നിർഭയത്വത്തിന്റെയും പ്രതീകമാണ്. ഒരു കൽപ്പവൃക്ഷത്തണ്ട്, വീണ, ഒരു താമരപ്പൂവ്, പുഷ്പപൂച്ചെണ്ട്, രത്നങ്ങൾ നിറഞ്ഞ ഒരു കുടം എന്നിവയും അദ്ദേഹത്തിന്റെ കൈയിലുണ്ട്. 30 യോഗ ഗണപതി. യോഗ ഗണപതി മന്ത്രജപത്തിൽ മുഴുകിയിരിക്കുന്നു. കാൽമുട്ടുകൾ ധ്യാനനിരതമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കൈകളിൽ യോഗതണ്ട്, കരിമ്പിൻ തണ്ട്, ഒരു കുരുക്ക്, പ്രാർത്ഥനാമണികൾ എന്നിവ പിടിച്ചിരിക്കുന്നു. പ്രഭാതസൂര്യനെപ്പോലെയാണ് അദ്ദേഹത്തിന്റെ നിറം. നീല വസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ രൂപത്തെ അലങ്കരിക്കുന്നു.
31 ദുർഗാ ഗണപതി. അജയൻ ആയ ദുർഗ ഗണപതി ഇരുട്ടിനെതിരെ വിജയത്തിന്റെ പതാക വീശുന്നു. കടും സ്വർണ്ണ നിറത്തിലുള്ള ഈ മനോഹരമായ മൂർത്തി ചുവപ്പ് വസ്ത്രം ധരിച്ച് വില്ലും അമ്പും കുരുക്കും പ്രാർത്ഥനാമണികളും ഒടിഞ്ഞ കൊമ്പും ഒരു റോസ് ആപ്പിളും പിടിച്ചിരിക്കുന്നു. 32 സങ്കടഹര ഗണപതി. ദുഃഖനിവാരണക്കാരനായ ശങ്കരഹര ഗണപതി സൂര്യനു സമാനമായ നിറമുള്ളവനാണ്. നീലവസ്ത്രം ധരിച്ച് ചുവന്ന താമരപ്പൂവിൽ ഇരിക്കുന്നു. വരദാനമായ വരദമുദ്ര കാണിക്കുമ്പോൾ അദ്ദേഹം ഒരു കയർ എന്നിവ പിടിച്ചിരിക്കുന്നു. ഗണപതിയുടെ 32 രൂപങ്ങൾ ദിവ്യത്വത്തിന്റെ ബഹുമുഖ സ്വഭാവത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്നു. ഓരോ രൂപത്തിനും അതിന്റേതായ പ്രതീകാത്മകതയും പ്രാധാന്യവുമുണ്ട്. ഭക്തരുടെ വൈവിധ്യമാർന്ന ആത്മീയ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നു. ഗണപതിയുടെ ഈ പ്രകടനങ്ങൾ ഹിന്ദു ആത്മീയതയുടെ സമ്പന്നതയും ആഴവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ ദൈവികത എണ്ണമറ്റ രീതിയിൽ അനുഭവിക്കാൻ കഴിയും. ജ്ഞാനം, സമൃദ്ധി, പ്രബുദ്ധത എന്നിവയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ നയിക്കുന്നു.